എടാ നിക്ക് എന്തായാലും നീ കേട്ടിട്ട് പോകണം. നീ കേട്ടിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നിനക്കൊരു വിചാരം ഉണ്ടാവും, എന്റെ തൗബ അല്ലാഹ് എന്തായാലും സ്വീകരിക്കില്ല, ഞാൻ കുറെ പാവം ചെയ്യുന്ന ആളാണ്, തൗബ ചെയ്യുന്നു പാവം ചെയ്യുന്നു, തൗബ ചെയ്യുന്നു പാവം ചെയ്യുന്നു, ഇത് തന്നെ പരിപാടി, അതുകൊണ്ട് ഇനി തൗബ ചെയ്തിട്ടൊന്നും കാര്യമില്ല എന്നുള്ള നിരാശ നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ ഹദീസ് നീ കേട്ടോ. അൽ ജന്നത്തു ലിൽ അവ്വാബീൻ, സ്വർഗം അവ്വാബീങ്ങൾക്കുള്ളതാണ്. ആരാണ് അവ്വാബീങ്ങൾ? കേട്ടോ, ഒരു പാപം ചെയ്യും തൗബ ചെയ്യും, പിന്നെയും പാപം ചെയ്യും വീണ്ടും തൗബ ചെയ്യും, പിന്നെയും പാപം ചെയ്യും വീണ്ടും തൗബ ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഓർത്തോക്ക്, ആ തൗബ ചെയ്യുന്നതിന്റെ മഹത്വം ഒന്ന് ഓർത്ത് നോക്കി. അള്ളാഹ്ക്ക് ആവർത്തിച്ച് തൗബ ചെയ്യുന്ന ഇഷ്ടമാണ് അള്ളാഹ്ക്ക് കേൾക്കാൻ. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. അള്ളാഹ് പറയുന്നുണ്ട്, എന്ത്, ഇവിടെ പാപം ചെയ്യുന്ന ഒരു സമുദായം ഇല്ലായിരുന്നെങ്കിൽ ആ സമുദായത്തെ ഞാൻ മാറ്റിയിട്ട് പാപം ചെയ്യുന്ന ഒരു സമുദായത്തെ കൊണ്ടുവരികയും അവരെയും കൊണ്ട് തൗബ ചെയ്യിപ്പിക്കുകയും ചെയ്തേനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നിരാശപ്പെടേണ്ട. ഇവിടെ പാപം എല്ലാവർക്കും സംഭവിക്കും. കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ ആദം സന്തതികളും പാവം ചെയ്യുന്നവരാണ്.